എല്ലാവർക്കും കുക്ക് ടു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കിച്ചൺ ഹാക്കായിട്ട് വന്നിട്ടുള്ളത് മിക്സി എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും പറയുന്നില്ല, ബിക്കോസ് ഒരേ മിക്സിയുടെ അഴുക്കിനനുസരിച്ച് വേണം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് വിനീഗറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യണത് കുറച്ച് വൈറ്റ് ടൂത്ത് പേസ്റ്റാണ്. നിങ്ങൾക്ക് കളർ ടൂത്ത് പേസ്റ്റും ആഡ് ചെയ്യാം. വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു വേസ്റ്റ് ടൂത്ത് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്, മിക്സ് ചെയ്യാനും മിക്സിയിൽ പറ്റാനായിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു വേസ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാ സൈഡ്സും കോർണേഴ്സിലും എല്ലായിടത്തും ഇത് ക്ലീൻ ചെയ്ത് കിട്ടണം. നമുക്ക് ഒരിക്കലും മിക്സി ടാപ്പിൻ്റെ അടിയിലൊന്നും വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മോട്ടർ കേട് വരും. പിന്നെ നമുക്ക് മിക്സി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ടിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്ത് കിട്ടാം. അതുമാത്രമല്ല, ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ബേക്കിംഗ് സോഡ എപ്പോഴും ഉണ്ടാവും, വിനേഗർ എപ്പോഴും ഉണ്ടാവും, ടൂത്ത് പേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്കൊരു ഓൾമോസ്റ്റ് 90-95% റിസൾട്ട്സ് വരും. ഞാൻ 100% ഒരിക്കലും പറയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് 90-95% റിസൾട്ട്സ് വരും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലത് ഭയങ്കര അഴുക്കുള്ളൊരു മിക്സിയാണ്. ഇതൊരു പഴയ മിക്സിയാണ്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുക. മോട്ടറിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ക്ലീൻ ചെയ്യണേ, ബിക്കോസ് കുറേ വെള്ളം മോട്ടറിലൊക്കെ പറ്റിയാൽ കുറച്ച് കഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ബിക്കോസ് ആകെ നമുക്കൊരു 10-15 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ഞാനൊരു വെറ്റ് ക്ലോത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെറ്റ് ക്ലോത്തോടെ ഇത് നല്ലപോലെ ഇത് വൈപ്പ് ചെയ്തെടുക്കാം. ചെറിയ നനവുള്ള തുണിയാണ്, ഭയങ്കര നനവുള്ള തുണിയല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്ത് നല്ലപോലെ സൈഡ്സും ഉള്ളിലൊക്കെ വൈപ്പ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോൾ വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ ഡ്രൈ ക്ലോത്ത് എടുത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ മിക്സ് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ചെയ്യാനായിട്ട് എന്തായാലും വെക്കണം. ഇത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ മിക്സി യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലുമായിട്ട് മിക്സി നാശമാവും. അപ്പോൾ നിങ്ങൾ രാത്രി കിടക്കുന്നതിനേക്കാളും മുന്നേ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരില്ല മിക്സിക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സി ഇതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. 90-95% പറഞ്ഞ പോലെ ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യത്തെ പ്രാവശ്യം കാണാൻ വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം.